28-ാം വയസ്സിൽ സെന്റ് നിക്കോളാസ് മൊണാസ്ട്രിയിലെത്തിയ ഗ്രിഗറി റാസ്പുട്ടിൻ ഏതാനും മാസങ്ങൾ അവിടെ താമസിച്ചു. റാസ്പുട്ടിന്റെ അതുവരെയുള്ള ജീവിതത്തിൽ വീട് വിട്ടുള്ള അലച്ചിൽ പതിവാണ്. എങ്കിലും ഒരു സന്യാസി മഠത്തിൽ ഇങ്ങനെ കുറെ കാലം അടുപ്പിച്ചു കഴിയുന്നത് ആദ്യമായാണ്. അയാളെ അവിടെ നിൽക്കാൻ പ്രേരിപ്പിച്ചത് മൊണാസ്ട്രിയിലെ അധ്യാപകൻ കൂടിയായ മക്കാരി എന്ന പുരോഹിതനാണ്. സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങൾ റാസ്പുട്ടിൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി. ഏതാനും മാസങ്ങൾ നീണ്ട താമസത്തിന് ശേഷം സെന്റ് നിക്കോളാസ് മൊണാസ്ട്രിയിൽ നിന്നും മടങ്ങിയ റാസ്പുട്ടിൻ സ്വന്തം നാടായ പൊക്രോവ്സ്കോയയിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും അയാൾ അലഞ്ഞുതിരിയുന്ന ഒരു ഭ്രാന്തൻ സന്യാസി എന്ന പദവി സ്വന്തം ഗ്രാമത്തിൽ നേടിയെടുത്തിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെയുള്ള റാസ്പുട്ടിന്റെ അസാധാരണമായ പെരുമാറ്റങ്ങൾ അയാളിൽ കുടികൊള്ളുന്ന അമാനുഷിക ശക്തിയുടെ അടയാളമായി വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോഴേക്കും റാസ്പുട്ടിന്റെ 7 മക്കളിൽ 2 പേരും ജനിച്ചു കഴിഞ്ഞിരുന്നു. റാസ്പുട്ടിനും കുടുംബവും ഇപ്പോഴും അയാളുടെ അച്ഛൻ യെഫിമിനൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസം. റാസ്പുട്ടിൻ വീട്ടിലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ അയാളെ കാണാൻ ആളുകൾ വന്നു തുടങ്ങി. ചെറിയ പ്രാർത്ഥനകൾ നടത്താനായി ദരിദ്ര കർഷക കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് വരാറുള്ളത്. അടുത്ത സീസണിലെ വിളവ് നന്നായിരിക്കാനും വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യത്തെ കാക്കാനും തുടങ്ങിയ ചെറിയ ആവശ്യങ്ങളാണ് അവരുടേത്. റാസ്പുട്ടിൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. ഗ്രാമത്തിലെ സ്ത്രീകൾ റാസ്പുട്ടിനെ തേടി വരാറുണ്ട്. അവരെ അലട്ടുന്നത് മിക്കപ്പോഴും കുട്ടികളുടെ രോഗങ്ങളായിരിക്കും. ചിലപ്പോൾ സ്ത്രീകൾ അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ അയാളുമായി പങ്കുവയ്ക്കും. പക്ഷേ എല്ലായ്പ്പോഴും റാസ്പുട്ടിൻ അവിടെ ഉണ്ടാകാറില്ല. ഈ കാലഘട്ടത്തിൽ അയാളുടെ തീർത്ഥയാത്രകൾ കൂടിക്കൂടി വന്നിരുന്നു. ഓരോ തവണ പോകുമ്പോഴും ആ യാത്ര മാസങ്ങൾ നീണ്ടുനിന്നെന്ന് വരാം. എന്നാലിപ്പോൾ അയാളുടെ മടങ്ങിവരവിനായി പൊക്രോവ്സ്കോയയിലെ ഗ്രാമത്തിൽ കുറച്ചുപേർ കാത്തിരിക്കുന്നുണ്ട്. അവരയാളുടെ അത്ഭുത ശക്തിയിൽ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. പൊക്രാവാസ്കോയെ എന്ന സൈബീരിയൻ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഒരു പുതിയ കാര്യമല്ല. കർക്കശമായ കാലാവസ്ഥ അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ അത്രത്തോളം ദുഷ്കരമാക്കിയിരിക്കുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗ് പോലെ പ്രധാനപ്പെട്ട റഷ്യൻ നഗരങ്ങളിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. വർഷത്തിൽ ചില മാസങ്ങളിൽ അതിശൈത്യമായിരിക്കും. രക്തം കുറയുന്നതുപോലെ തോന്നിക്കുന്ന മഞ്ഞും തണുപ്പും. ചൂടുകാലത്താകട്ടെ അതികഠിനമായ വേനലും. ദരിദ്രമായ ഗ്രാമങ്ങളിൽ വലിയ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നുമില്ല. പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ലാത്തവരാണ് അധികവും. കൃഷിയും കന്നുകാലി വളർത്തലുമല്ലാതെ മറ്റ് ജീവിതമാർഗങ്ങൾ അധികമൊന്നുമില്ലെന്ന് തന്നെ പറയാം. ഇങ്ങനെ പ്രതികൂലമായ കാലാവസ്ഥയിൽ മുന്നോട്ടു പോകുന്നവർ അല്പം മന്ത്രവാദത്തെയൊക്കെ ആശ്രയിക്കുന്നത് സ്വാഭാവികം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ റാസ്പുട്ടിന്റെ പ്രാർത്ഥനകളും അത്ഭുത പ്രവൃത്തികളും വിശ്വസിക്കാൻ ആളുണ്ടായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. റാസ്പുട്ടിനാകട്ടെ താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണെന്ന് സ്വയം വിശ്വസിക്കാനും തുടങ്ങി. സെന്റ് നിക്കോളാസ് ആശ്രമത്തിൽ നിന്ന് റാസ്പുട്ടിന് കിട്ടിയ ആത്മീയ ഗുരു മക്കാരിയുടെ വാക്കുകളും റാസ്പുട്ടിനെ അങ്ങനെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു. തന്റെ സ്വപ്നത്തിൽ കന്യാമറിയവും മറ്റു വിശുദ്ധരും പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് റാസ്പുട്ടിൻ ആ പുരോഹിതനോട് പറഞ്ഞിരുന്നു. റാസ്പുട്ടിന്റെ വിചിത്രമായ പെരുമാറ്റങ്ങളും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇതെല്ലാം കണ്ട് മക്കാരി റാസ്പുട്ടിനോട് അദ്ദേഹം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണെന്ന് പറയുകയും ചെയ്തു. ഈ വാക്കുകൾ പ്രവചനാത്മകമാണെന്ന് റാസ്പുട്ടിന് തോന്നിയിരുന്നു. ആത്മവിശ്വാസത്തോടെ അയാൾ താനൊരു അത്ഭുത പ്രവർത്തകനാണെന്ന് പറഞ്ഞു തുടങ്ങിയത് ആ കാലത്താണ്. റാസ്പുട്ടിൻ ഭാവി പ്രവചിക്കാനും തുടങ്ങിയിരുന്നു. മുൻപ് സ്വന്തം ഗ്രാമത്തിൽ മാത്രമായിരുന്നു
റാസ്പുട്ടിൻ ഇത്തരം പ്രാർത്ഥനകളും മറ്റും നടത്തിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്തു പോകുന്ന സ്ഥലങ്ങളിലും ഇതെല്ലാം ആവർത്തിച്ചു. അയാളുടെ കണ്ണുകളുടെ ശക്തിയും വാക്കുകളുടെ മൂർച്ചയും കൂടുതൽ ആളുകളെ അയാളിലേക്ക് ആകർഷിച്ചു തുടങ്ങിയിരുന്നു. റാസ്പുട്ടിൻ കടന്നുപോകുന്ന വഴിയിലെ ചില ഗ്രാമീണർ കുറച്ചു ദിവസം തങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കാൻ നിർബന്ധിച്ചു. അവിടെ ഏതെങ്കിലും ഒരു സങ്കേതത്തിൽ അയാളുടെ പ്രാർത്ഥനാ പരിപാടിയിൽ പങ്കെടുക്കാൻ ആളുകൾ ഒത്തുകൂടി തുടങ്ങി. റാസ്പുട്ടിന് താമസിക്കാനുള്ള സ്ഥലം അവർ നൽകും. അയാൾക്ക് ഭക്ഷണവും വഴിച്ചെലവിനുള്ള പണവും ഇങ്ങനെ വഴിയിൽ കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്ന് കിട്ടിത്തുടങ്ങി. പൊക്രാവാസ്കോയ്ക്ക് അടുത്തുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മാത്രമല്ല, റഷ്യ ഉടനീളം റാസ്പുട്ടിൻ യാത്ര ചെയ്തു തുടങ്ങി. അധികവും കാൽനടയായാണ് സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ വഴിയാത്രക്കാർ ആരെങ്കിലും അവരുടെ കുതിരവണ്ടിയിൽ ഒപ്പം കൂട്ടും. പോകുന്ന വഴിക്കുള്ള ആരാധനാലയങ്ങളിൽ കയറുന്നതും 2-3 ദിവസമൊക്കെ അവിടെ താമസിക്കുന്നതും റാസ്പുട്ടിൻ ശീലമാക്കിയിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ റഷ്യയിൽ വേരാഴ്ത്തിക്കഴിഞ്ഞ പ്രബല മതവിഭാഗമാണ് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭ. സർ ചക്രവർത്തിമാരുടെ കുടുംബാംഗങ്ങൾ മുതൽ റഷ്യയിലെ സാധാരണ പൗരന്മാർ വരെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പിന്നീട് പല വിഭാഗങ്ങളും രൂപപ്പെട്ടു. പലതരം വിശ്വാസ പ്രമാണങ്ങളും ആരാധനാ രീതികളും പിന്തുടരുന്നവരായിരുന്നു അവർ. 16-ാം നൂറ്റാണ്ട് മുതൽ റഷ്യയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ക്ലിസ്റ്റ് എന്നൊരു വിഭാഗം അവരിൽ പ്രബലരായിരുന്നു. ക്രിസ്തുവിന്റെ ജീവിത മാതൃക പിന്തുടർന്ന് ജീവിക്കുന്ന ഏതൊരാളും കാലക്രമേണ ക്രിസ്തുവിന്റെ അവതാരമായി മാറുമെന്നാണ് അവരുടെ വിശ്വാസം. വിവിധ റഷ്യൻ പ്രവിശ്യകളിലൂടെയുള്ള യാത്രക്കിടയിൽ റാസ്പുട്ടിൻ ഈ വിശ്വാസ പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന സഭാവിഭാഗങ്ങളെ പരിചയപ്പെടുകയും അവരുടെ ആശ്രമങ്ങളിൽ താമസിക്കുകയും ചെയ്തിരുന്നു. ക്ലിസ്റ്റുകൾ സഭയിലെ സാധാരണ പൗരോഹിത്യത്തെ നിഷേധിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുമെന്നാണ് അവരുടെ അവകാശവാദം. ഭൂമിയിൽ ജീവിക്കുന്ന ചിലർക്ക് അതിനുള്ള സിദ്ധി കിട്ടുമത്രേ. ഇവരിലെ ഓരോ വിഭാഗത്തിനും ഒരു വിശുദ്ധനുണ്ടാവും. ജീവിക്കുന്ന ദൈവം തന്നെയാണ് അയാൾ. ചില കൂട്ടരൊക്കെ ദൈവമാതാവായി ഒരു സ്ത്രീയെയും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും. അവരിൽ പല കൂട്ടരും പല മട്ടിലാണ് പ്രവർത്തിക്കുന്നത്. രാത്രിയിൽ മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ കൂട്ടം കൂട്ടമായി നിന്ന് നഗ്നനൃത്തം ചെയ്യുന്ന കൂട്ടരൊക്കെ അവർക്കിടയിലുണ്ട്. ഈ നൃത്തവും അതിനോട് ചേർന്നുള്ള അർദ്ധശൂന്യമായ വാക്കുകൾ കോർത്തിണക്കിയ പാട്ടുകളും ഒരു ആരാധനാ രൂപമാണവർക്ക്. അടിമുടി ദുരൂഹവും രഹസ്യാത്മകവുമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. റാസ്പുട്ടിന് ഇത് വളരെ ആകർഷകമായി തോന്നി. അയാൾ പതുക്കെ ഒരു ദൈവത്തിന്റെ അവതാരമോ ദൈവം തന്നെയോ ആയി മാറുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഇപ്പോഴും ഒരു അവധൂതന്റെ ജീവിതമാണ് അയാളുടേത്. സുഖസൗകര്യങ്ങളോട് വലിയ ആസക്തിയില്ല. മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. മദ്യപാനശീലവും നിർത്തി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. മദ്യവും മാംസവും ഉപേക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും റാസ്പുട്ടിന് സ്ത്രീകളോടുള്ള അഭിനിവേശത്തിന് മാത്രം ഒരു കുറവ് വന്നില്ല. അവരോട് മര്യാദയില്ലാതെ പെരുമാറാൻ അയാൾക്കൊരു മടിയുമില്ല. അയാൾ പരിചയപ്പെട്ട പുതിയ മതവിഭാഗങ്ങളിൽ ചിലത് ഒരർത്ഥത്തിൽ അരാജകത്വം നിറഞ്ഞ ലൈംഗിക ജീവിതത്തെ പിന്തുണയ്ക്കുന്നതായിരുന്നു.
തന്നിലേക്ക് ആകൃഷ്ടരായി അയാളെ സമീപിക്കുന്ന സ്ത്രീകളെയും അയാൾ പലപ്പോഴും കണ്ടെത്തി. എങ്കിലും റാസ്പുട്ടിൻ ഒരിടത്തും അധികം തങ്ങിയില്ല. എന്തോ അന്വേഷിച്ച് കണ്ടെത്താനുള്ളതുപോലെ അയാൾ തന്റെ ദീർഘയാത്രകൾ തുടർന്നു. യാത്രയുടെ ഒരു ഘട്ടത്തിൽ റാസ്പുട്ടിൻ ഗ്രീസിലെ ആഥോസ് മലനിരകളിലെത്തി. പ്രാർത്ഥനയും ധ്യാനവുമായി അവിടെ കുറച്ചുനാൾ അലഞ്ഞുതിരിഞ്ഞു. എവിടെ ചെന്നാലും തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ റാസ്പുട്ടിന് കഴിയും. അയാളുടെ ജടപിടിച്ച നീണ്ട മുടിയും അയഞ്ഞ കുപ്പായങ്ങളും പതിഞ്ഞ സംസാരവും ഒരു യോഗിയുടേതിന് സമമാണ്. ആളുകളുടെ കണ്ണിലേക്ക് തറച്ചുകയറുന്ന നോട്ടം മറ്റുള്ളവരെ ഭയപ്പെടുത്തും. തന്റെ വിചാരവികാരങ്ങൾ ഈ സന്യാസി മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് അയാളെ സമീപിക്കുന്നവരുടെ ഭയം. അവരെ കൂടുതൽ അമ്പരപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതം സംബന്ധിച്ച ചില കാര്യങ്ങൾ റാസ്പുട്ടിൻ അവരോട് തന്നെ ചോദിക്കുകയും ചെയ്യും. ഗ്രീസിലേക്ക് മാത്രമല്ല, ജെറുസലേമിലേക്കും റാസ്പുട്ടിൻ 2 തവണ യാത്ര ചെയ്തു. സുദീർഘമായ യാത്രകൾ റാസ്പുട്ടിനെ ഒട്ടും ക്ഷീണിപ്പിച്ചില്ല. മാത്രമല്ല, കൂടുതൽ ഊർജ്ജസ്വലനായാണ് അയാൾ ഓരോ തവണയും വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. സ്വന്തം നാടായ പൊക്രോവാസ്കോയയിൽ റാസ്പുട്ടിൻ ഇപ്പോൾ ചെറിയ മട്ടിലുള്ള ഒരു വിശുദ്ധനായിട്ടുണ്ട്. റാസ്പുട്ടിന്റെ അച്ഛൻ എഫിമിന്റെ വീടിനോട് ചേർന്നുള്ള ചെറിയ ഒരു മുറി അയാളുടെ പ്രാർത്ഥനാലയമായി മാറി. റാസ്പുട്ടിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും തന്നെയാണ് ആദ്യം അയാളുടെ ഭക്തരായി അവിടേക്ക് വരാൻ തുടങ്ങിയത്. റാസ്പുട്ടിനുള്ളപ്പോൾ അവിടെ അവർ കൂട്ടമായിരുന്നു പ്രാർത്ഥിക്കും. റാസ്പുട്ടിൻ അവർക്ക് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കും. പാതിയടഞ്ഞ മിഴികൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പതുക്കെ അയൽക്കാരും റാസ്പുട്ടിനെ തേടി വരാൻ തുടങ്ങി. അവർ പറഞ്ഞു കേട്ട് മറ്റുള്ളവരും ഞായറാഴ്ചകളിൽ എഹിമിന്റെ വീട് അന്വേഷിച്ചു വന്നു. അങ്ങനെ ഗ്രാമത്തിൽ റാസ്പുട്ടിന്റെ ഒരു ഭക്തസംഘം തന്നെ രൂപപ്പെട്ടു. അതിലെ അംഗങ്ങളിൽ ഏറെയും സ്ത്രീകളാണ്. ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് പുറമെ മറ്റു ദിവസങ്ങളിലും സ്ത്രീകൾ ഓരോ ആവശ്യങ്ങളുമായി റാസ്പുട്ടിനെ തേടിയെത്തും. അങ്ങനെ വരുന്ന സ്ത്രീകൾ റാസ്പുട്ടിനു വേണ്ടി വേറെയും ചില സേവനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അയാളുടെ കൈകാലുകൾ തടവിക്കൊടുക്കുകയോ കുളിക്കാൻ സഹായിക്കുകയോ ഒക്കെ ചെയ്യാൻ അവർക്ക് നിർദ്ദേശം കിട്ടും. അതെല്ലാം ചെയ്തതിന് ശേഷമേ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവസരം കിട്ടുകയുള്ളൂ. ആദ്യത്തെ കുറേ നാളുകൾ നാട്ടുകാർ ഈ പ്രാർത്ഥനാ സംഘത്തെ കാര്യമാക്കിയില്ല. എന്നാൽ പതുക്കെ നാട്ടുകാർ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് സംശയത്തോടെ അന്വേഷിക്കാൻ തുടങ്ങി. സാത്താൻ സേവ പോലെ എന്തെങ്കിലും പരിപാടിയാണോ ഇത്? സ്ത്രീകളെ റാസ്പുട്ടിൻ ശാരീരികമായി ഉപയോഗിക്കുന്നുവെന്ന രീതിയിൽ ആളുകൾ സംസാരിച്ചു തുടങ്ങി. റാസ്പുട്ടിൻ ക്ലിസ്റ്റുകൾക്കൊപ്പം ചേർന്നു എന്ന സംശയവും ഉയർന്നു. ക്ലിസ്റ്റ് വിഭാഗക്കാർ റഷ്യയുടെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർ രഹസ്യമായാണ് പരിപാടികൾ നടത്തുന്നത്. റഷ്യൻ ഓർത്തഡോക്സ് സഭ അവരെ അംഗീകരിക്കുന്നില്ല. അവരുടെ പല പ്രവർത്തനങ്ങളും നിയമവിരുദ്ധമാണ്. ഇങ്ങനെ ഒരു സംശയവും ചോദ്യം ചെയ്യലും ആരംഭിച്ചതോടെ റാസ്പുട്ടിനോടുള്ള എതിർപ്പും നാട്ടിൽ കൂടിക്കൂടി വന്നു. ആളുകൾ റാസ്പുട്ടിന്റെ കുടുംബത്തെ ചോദ്യം ചെയ്തു തുടങ്ങി. നാട്ടിലെ പള്ളിയിൽ നിന്ന് പുരോഹിതനും അയാൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അന്വേഷിച്ചു വന്നു. എന്നാൽ റാസ്പുട്ടിൻ ആരെയും പിണക്കിയില്ല. താൻ ക്രിസ്തുവിന്റെ ഒരു ശിഷ്യൻ മാത്രമാണെന്ന് അയാൾ പറഞ്ഞു. പുരോഹിതനോട് ആദരവോടെ സംസാരിച്ചു. റാസ്പുട്ടിന്റെ പെരുമാറ്റം വളരെ മാറിയിരുന്നു. അയാളിപ്പോൾ പഴയ അപരിഷ്കൃതനായ ഒരു ഗ്രാമീണനല്ല. പല ദേശങ്ങളിലൂടെ സഞ്ചരിച്ചും പലതരം ആളുകളോട് ഇടപെട്ടും സന്യാസമഠങ്ങളിൽ ഉൾപ്പെടെ താമസിച്ചും ആളുകളോട് ഇടപെടാൻ പഠിച്ചിരിക്കുന്നു. അയാളുടെ പരിഷ്കൃതമായ പെരുമാറ്റം പുരോഹിതനെ പോലും ആകർഷിച്ചു.
ഇനി ആളുകൾ വിശ്വസിക്കുന്നത് പോലെ എന്തെങ്കിലും അത്ഭുതസിദ്ധി ഈ മനുഷ്യനുണ്ടോ? അദ്ദേഹം ചിന്തിച്ചുപോയി. 1900-ന്റെ തുടക്കത്തിൽ സൈബീരിയയിൽ ഉടനീളം റാസ്പുട്ടിനെ കുറിച്ചുള്ള പ്രശസ്തി പരന്നു. അയാളെ ആളുകൾ ഒരു സന്യാസിയോ പുരോഹിതനോ ആയി അംഗീകരിച്ചു തുടങ്ങി. ഇപ്പോൾ ദരിദ്രർ മാത്രമല്ല, ഇടത്തരക്കാരും റാസ്പുട്ടിനെ അന്വേഷിച്ചു വരാറുണ്ട്. സമ്പന്നമായ വീടുകളിൽ വീട്ടുപണിക്കും കൃഷിപ്പണിക്കും മറ്റുമായി വരുന്ന ഗ്രാമീണരായിരുന്നു റാസ്പുട്ടിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. അവർ തങ്ങളുടെ തൊഴിലുടമകളോടും അവരുടെ വീടുകളിലെ സ്ത്രീകളോടും അത്ഭുതസിദ്ധികളുള്ള ഒരു സന്യാസി പൊക്രാവാസ്കോയയിൽ ഉണ്ടെന്ന് വിവരിക്കും. അയാൾ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെപ്പറ്റി പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കേൾപ്പിക്കും. ചിലർ സ്വന്തം അനുഭവങ്ങളെന്ന മട്ടിലാണ് അവതരിപ്പിക്കുക. കൂടുതൽ പേരും മറ്റുള്ളവർ പറഞ്ഞു കേട്ട കഥകൾ വിവരിക്കുകയാവും. ഓരോ അവതരണത്തിനിടയിലും കേൾക്കുന്നവരുടെ മനസ്സിൽ റാസ്പുട്ടിനെക്കുറിച്ചറിയാനുള്ള ആകാംക്ഷ കൂടി വന്നു. പണിക്ക് വരുന്ന വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സന്യാസി ഒന്ന് തൊട്ടാൽ മതി, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അവർ പറയും. ഇത് കേൾക്കുന്ന വീട്ടമ്മമാർ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടി റാസ്പുട്ടിനെ സമീപിച്ചു തുടങ്ങി. ചിലർ റാസ്പുട്ടിനെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തും. റാസ്പുട്ടിൻ ഒരു സന്യാസി ശ്രേഷ്ഠനെ പോലെ അവിടെ എത്തും. അവർക്ക് പറയാനുള്ളതെല്ലാം അയാൾ കേൾക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. സമ്പന്നരായ ചില വീട്ടുകാർ 2 ദിവസത്തേക്ക് അയാളെ കൂടെ താമസിക്കാൻ ക്ഷണിക്കും. മതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനും ചിലർ റാസ്പുട്ടിനെ സമീപിച്ചിരുന്നു. പരിചയക്കാരാകുന്ന പുരോഹിതരിൽ ചിലരെങ്കിലും അയാളെ ഒരു മുതിർന്ന ഗുരുവിനെ പോലെ കണ്ട് ബഹുമാനിച്ചു. റഷ്യയുടെ പ്രധാന ഭാഗമായ ടാറ്റർസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ കസാനിലും റാസ്പുട്ടിൻ ഈ ഘട്ടത്തിൽ ഒരു സന്ദർശനം നടത്തി. സൈബീരിയയിലെ ഒരു സാധാരണ ഗ്രാമം പോലെയല്ല കസാൻ. ഒരു വലിയ പട്ടണം. സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അറിവും വിദ്യാഭ്യാസവുമുള്ള മനുഷ്യരും താമസിക്കുന്ന ഒരു പരിഷ്കൃത ദേശം. അവിടെ റാസ്പുട്ടിൻ കുറച്ചുകാലം താമസിച്ചു. ബുദ്ധിമാനായ സന്യാസി എന്ന അംഗീകാരവും നേടിയെടുത്തു.